ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്റെ പേര് സിബി. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോണ വിഷയം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓൾഡർ പീപ്പിളിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വകുപ്പ് കേരളത്തിൽ തുടങ്ങാൻ പോവുകയാണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അതൊത്തിരിയേറെ സന്തോഷത്തോടുകൂടി അതിനെ വെൽക്കം ചെയ്യുന്നു. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, നമ്മുടെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രായമായ നമ്മുടെ മാതാപിതാക്കളെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ എത്ര കാറ് വാങ്ങിയോ, എത്ര സമ്പന്നതയുടെ എന്തെല്ലാം കാണിച്ചാലും നമ്മുടെ വൾണറബിൾ ആയിട്ടുള്ളവരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ആ സ്റ്റേറ്റിന്റെ ഒരു ക്വാളിറ്റിയാണ്. അതുകൂടാതെ ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആധികാരികമായിട്ട് നിങ്ങളുമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്, ഏറെക്കുറെ 10-18 കൊല്ലത്തോളമായിട്ട് ഈ പ്രായമായവരുടെ ഇടയിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഇത് പണ്ട് തൊട്ട് തന്നെ എന്റെ മനസ്സിൽ കേരളത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുമായിരുന്നു, വി.ഡി. സതീശനൊക്കെ മുഖ്യമന്ത്രിയായിട്ട് വരുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. എന്താണേല് അത്ഭുതം എന്ന് പറയട്ടെ, അതിനു മുമ്പ് തന്നെ കേരളത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇത് സത്യം പറഞ്ഞാല് നമ്മുടെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. പല കാര്യങ്ങളും കേരളത്തില് മുന്നോട്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, ഈച്ച് ആൻഡ് എവരി വ്യക്തികൾക്കും അത് ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടത്തേതുപോലെയല്ല. ഇന്ന് നമ്മുടെ പ്രായം 60, 70, 80, 90കളിലോട്ടൊക്കെ പോവുകയാണ്. ഇപ്പം തന്നെ UK തന്നെയാണെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 10-12 മില്യണോളം ആൾക്കാര് 70 വയസ്സ് കഴിഞ്ഞവരുണ്ട്. അതില് 5 മില്യൺ ആൾക്കാര് വീടുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൂടാതെ ഏറെക്കുറെ 1 മില്യൺ ആൾക്കാർക്ക് ഹോം കെയർ, അതായത് വീടുകളിൽ കെയറേഴ്സ് പോയി അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. 3 ലക്ഷം ആൾക്കാർ ഇവിടെ കെയർ ഹോമുകളിൽ താമസിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ പ്രത്യേകമായിട്ട് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സോഷ്യൽ വർക്കേഴ്സിന്റെ ജോലി പരമാവധി ഇവരെ ഹോസ്പിറ്റലുകൾ വിടാതെയും കെയർ ഹോമുകൾ വിടാതെയും പ്രിവെൻഷൻ. അതുപോലെ തന്നെ സ്ലോ ഡൗൺ ദ പ്രോഗ്രഷൻ. അത് വളരെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു വർക്കാണ്. നമുക്കറിയാം, നാട്ടിൽ നമ്മളൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരെ വലിയ ഹോസ്പിറ്റലിലോട്ട് പോകും. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കാനായിട്ട് പോകും. സാമ്പത്തികമായിട്ടൊക്കെ ഒരു ഒത്തിരിയേറെ പ്രശ്നങ്ങളിലോട്ട് അത് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഈ ഒരു വകുപ്പ് കേരളത്തിൽ വരുമ്പോൾ നമുക്കറിയാം, കേരളത്തില് ഇന്നെല്ലാരും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യങ്ങള് ഒത്തിരിയേറെ ഓൾഡ് ഏജ് ഹോം വരണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എന്റെ ഈ 10-18 കൊല്ലത്തെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒഫൻഡഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കെയർ ഹോം ഈസ് ഈക്വൽ ടു ജയില്. അതായത് നമ്മളൊരു ജയിലിൽ പോയൊരവസ്ഥയാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കെയർ ഹോമിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി വല്ല ഡിമെൻഷ്യയൊക്കെ വന്ന് വീട്ടിൽ നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മക്കൾ വല്ല അവിടെ കൊണ്ട് ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീടുകളിൽ തന്നെ കഴിയുവാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നമുക്കൊരു സ്റ്റേജ് കഴിഞ്ഞാൽ സ്വന്തം വീടുകളിൽ നമുക്ക് ചിലപ്പം കഴിയാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ നമുക്ക് സഹായത്തിന് നമ്മളെ ആളെ വിളിക്കേണ്ടി വരും. അത് കെയറേഴ്സ്. ഇന്ന് കെയറേഴ്സിന്റെ ആ ഒരു ക്വാളിറ്റി കേരളത്തിൽ ഒട്ടും ഡെവലപ്ഡ് അല്ല. അത് ഡെവലപ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേസ്റ്റ് സെനാറിയോയില് ഒരു വിധത്തിലും നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ കെയർ ഹോം പ്രിഫർ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഡിമെൻഷ്യ ഒക്കെ പിടിച്ച് ഒത്തിരിയേറെ ചലഞ്ചിങ് ബിഹേവിയർ ആണ്. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ കെയർ ഹോമുകൾ. അന്നേരം ഈ ഒരു മേഖലയിൽ ഇവിടെയെല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. ഇവിടെ ഇപ്പം കെയർ ഹോമുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഒക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് CQC എന്ന് പറയും, കെയർ ക്വാളിറ്റി കമ്മീഷൻ. അതുപോലെ ഒരു കെയർ ഏജൻസി നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റികൾ മോണിറ്റർ ചെയ്യാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ എസെൻഷ്യൽ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് പ്രായമായവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ സർവീസസ് എല്ലാ ലോക്കൽ അതോറിറ്റിയിലും
സോഷ്യൽ സർവീസസിന്റെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും. അന്നേരം സോഷ്യൽ സർവീസസിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ വർക്കേഴ്സ് പോയിട്ട് അവരെ അസസ് ചെയ്യുകയാണ്. അവരുടെ നീഡ് എന്താണെന്ന് അസസ് ചെയ്യും. അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയുണ്ട്. അവരെങ്ങനെയാണ് പേഴ്സണൽ കെയർ, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, അതുപോലെ അവര് ഡ്രസ്സിങ് ആൻഡ് അൺഡ്രസ്സിങ്, അതുപോലെ അവരുടെ നടത്തം, പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിനുശേഷം ഒരു തീരുമാനം എടുക്കുകയാണ്. അതിനുശേഷം ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചിലൂടെ ആയിരിക്കും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോ എന്റെ വീട്ടിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഴാനായിട്ടുള്ള റിസ്ക് ഓഫ് ഫോൾസ്, പ്രായമാകുമ്പോഴുള്ള ഒരു ഒത്തിരിയേറെ പ്രശ്നമാണ് വീഴാനായിട്ടുള്ള സാധ്യത. അങ്ങനെയുള്ളവരെ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് വീടുകളിൽ പോയി പ്രോപ്പർ ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് നടത്തി അവർക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അതുപോലെ എന്റെ വീട്ടിൽ ആരുമില്ല, എനിക്ക് ഇൻസുലിനൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് നേഴ്സ് വരും. അതുകൂടാതെ ഫിസിയോതെറപ്പിസ്റ്റ് വരും. അതുപോലെ ഈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടെങ്കിൽ ഡയറ്റീഷ്യൻസ് വരും. മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മെന്റൽ ഹെൽത്ത് നേഴ്സ് ഉണ്ട്. ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഇവരെല്ലാം നമ്മുടെ വീടുകളിൽ വന്നിട്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്യും. നമുക്ക് തീർത്തും മേലാതെ ഒരു അവസരത്തിൽ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിച്ചതിലൂടെ വരാൻ പോണ ഏറ്റവും വലിയൊരു സാധ്യത, ഇന്ന് സോഷ്യൽ വർക്കേഴ്സിന് നല്ലൊരു ജോബ് പ്രോസ്പെക്ട് കേരളത്തിലില്ല. ഈ ഒരു സംവിധാനം നല്ല രീതിയിൽ ഇവിടുത്തേതുപോലെയൊക്കെ കേരളത്തിൽ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പഞ്ചായത്തിലും ഒരു സോഷ്യൽ വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരിയേറെ പ്രൊഫഷണൽസ്, കാരണം ഫിസിയോതെറപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അറിയാവുന്ന പോലും അറിയത്തില്ല. ആ ഒരു പ്രൊഫഷനൊക്കെ ഒത്തിരിയേറെ സാധ്യതകൾ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ ഹോം കെയർ, അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഒത്തിരിയേറെ ആൾക്കാരെ അതിലോട്ട് ആകർഷിക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ടെലികെയർ, ടെക്നോളജിക്കലായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് നമ്മുടെ മക്കള് വിട്ടുപോകുന്നതിനെ കുറിച്ചോ ആളില്ലാത്തതിനെ കുറിച്ചോ ഒന്നും ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. ഇതിനെയെല്ലാം നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ നിങ്ങൾക്കറിയാലോ, വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം റിവേഴ്സ് മൈഗ്രേഷൻ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ പ്രായമായി കഴിയുമ്പോഴത്തേനും കെയർ ഹോമുകളിലൊക്കെ പോവുക എന്ന് പറഞ്ഞാല്, ഒരു കെയർ ഹോമുകളില് നമുക്ക് 23,250 പൗണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ഫണ്ടറാണ്. ഞാനൊക്കെ താമസിക്കുന്ന ഈ നോർത്ത് ഈസ്റ്റിൽ തന്നെയാണേലും ഒരാഴ്ചയില് ഏറെക്കുറെ 1000 പൗണ്ടോളം ആവും. അന്നേരം ഒരു മാസം 4000 പൗണ്ടോളം ആവും. നമുക്ക് ഒരു 1,00,000 പൗണ്ടൊക്കെ സേവിങ്സ് ഉണ്ടെങ്കിൽ ആ പൈസയൊക്കെ ഡ്രെയിൻഡ് ഔട്ട് ആയി പോകാനായിട്ട് അധികം താമസമില്ല. അതുകൂടാതെ നമ്മൾ കെയർ ഹോമിൽ പോകുന്നില്ല. നമ്മൾ വീടുകളിൽ കെയറേഴ്സിനെ വെച്ചാൽ പോലും ഇവിടെ ലോക്കൽ അതോറിറ്റിയുടെ കെയറേഴ്സിന് 1 മണിക്കൂറിന് 24 പൗണ്ടാണ് കൊടുക്കുന്നത്. എന്നാലും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ക്വാളിറ്റിയുള്ള കെയറേഴ്സിനെ വിളിച്ചാൽ പെർ അവർ 32 പൗണ്ടാണ്. നമുക്കൊരു രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒരു 3 മണിക്കൂർ ഒരു കെയറേഴ്സിനെ നിർത്തണമെന്നുണ്ടെങ്കിൽ പെർ ഡേ അറൌണ്ട് 10,000 ഇന്ത്യൻ റുപ്പിയോളമാവും. അത് തന്നെയല്ല, അത്രത്തോളം ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഈ ഒരു അവസരത്തില് കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു കെയർ നടത്താനായിട്ട് സാധിക്കും. അന്നേരം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഒരു വിഷനുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് കേരളത്തിലുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ വരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ നമ്മുടെ ഓൾഡ് ഏജുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, റിസ്ക് ഓഫ് ഫോൾസ്, നമ്മുടെ വീഴ്ച അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ പ്രായമായിട്ടുള്ള സമ്പന്നരായിട്ടുള്ളവരാണെങ്കിൽ പോലും അവര് ഒരു സെർട്ടൺ ഏജ് കഴിയുമ്പോൾ, ഒരു 60s ഒക്കെ കഴിയുമ്പോഴത്തേനും ഇവിടെ ഒറ്റനില ബിൽഡിങ്ങുകൾക്ക്, വീടുകൾക്ക് ഇവിടെ പറയുന്നതാണ് ബംഗ്ലാവ് എന്നാണ് പറയുന്നത്. അവരവിടെ ബംഗ്ലാവുകളിലേക്ക് മാറും. അഡോപ്റ്റഡ് ബംഗ്ലാവുകളാണ്. ഗ്രാബ് റെയിൽസ്, അതുപോലെ റേസ്ഡ് ടോയ്ലറ്റ്, അങ്ങനെ ഒത്തിരിയേറെ ഫെസിലിറ്റീസ് കാണും. വാക്കിംഗ് ഷവർ എന്ന് പറയും. അന്നേരം ഈ ഒരു രീതിയിൽ നമ്മൾ ഇപ്പോഴേ തന്നെ വലിയ 2 നില വീടുകളൊക്കെ ഉണ്ടാകുന്നതിന് പകരം ഇങ്ങനെയുള്ള ബംഗ്ലാവുകൾ ഉണ്ടാക്കുക. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നതിന് ഇവിടെ ഒത്തിരിയേറെ സോഷ്യൽ വർക്കേഴ്സ് എന്നെ പോലെ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പം ഇവിടെ ഒരു മലയാളി, ഒരു പുള്ളിക്കാരത്തി ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ലെക്ചറാണ്. നമ്മുടെ കേരളത്തിലുള്ള സോഷ്യൽ വർക്കേഴ്സിനൊക്കെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ കേരളത്തില് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇന്ന് ഭരണത്തിലുള്ളവരുമൊക്കെ ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് അവരെ ബോധവൽക്കരിക്കാനും
അവർക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സന്തോഷമുണ്ട്. ജപ്പാൻ മോഡൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലേ പോലും ജപ്പാൻ മോഡൽ പലപ്പോഴും ഒരു ലൈഫ് സ്റ്റൈലാണ്. കാരണം എന്നാൽ ഇവിടുത്തെ മോഡല് നമ്മുടെ നാട്ടിന് ഏറ്റവും സൂട്ടബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരിയേറെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അതുകൂടാതെ നമുക്കറിയാം ഏറ്റവും ഇതിന്റെ ഒരു സാലിയൻ ഫീച്ചർ എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. എല്ലാവരുടെ കൂടി നമ്മുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് നമ്മളെ ഹോസ്പിറ്റലിൽ വിടാതെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളെ വീടുകളിൽ താമസിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇതൊരു കടൽ പോലെയുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ തൽക്കാലം ഇത്രയും പറയുന്നു. ഇനി വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നേ വരും. താങ്ക് യു. ബൈ.